അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ഒന്നാം പ്രതി ഡോക്ടർ MK റാം മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. ശ്യാം ദേവരാജ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന പ്രോസിക്യൂഷൻ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് MK റാമിന്റെ ജാമ്യം തലശ്ശേരി കോടതി നിഷേധിച്ചത്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? തലശ്ശേരി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ കേസിലെ പ്രധാന പ്രതിയായ ഡോക്ടർ എം കോദണ്ഡറാം എന്ന MK റാം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാരണം മറ്റൊരു പ്രകോപനമാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണം. അതായത് ലോൺ വായ്പ എടുത്തതാണ് അതിന് കാരണം. ഇതുമായി ബന്ധപ്പെട്ട് ലോൺ ഏജന്റുമാർ ഒരു അധ്യാപികയെ നിരന്തരം ശല്യം ചെയ്തു. ഈ വിഷയത്തിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത്. ഇതിൽ തനിക്ക് ഒരു പങ്കുമില്ല. മാത്രമല്ല നിതിൻ രാജിനോട് തനിക്ക് മുൻവൈരാഗ്യമില്ല. വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാനോ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള യാതൊരുവിധ ലക്ഷ്യവും തനിക്കില്ല എന്ന കാര്യവും കൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡോക്ടർ MK റാം വാദിക്കുന്നുണ്ട്. മറ്റൊന്ന്, അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന കാര്യമാണ്. തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണെന്ന കാര്യവും കൂടി ഡോക്ടർ MK റാം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനമുള്ള യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണ് ചിലരുടെ ശ്രമം. അതിനുവേണ്ടിയാണ് തന്നെ ബലിയാടാക്കുന്നത്. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം തനിക്കെതിരെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന കാര്യവും കൂടിയാണ് ഡോക്ടർ MK റാം ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ SC/ST പീഡന നിരോധന നിയമമാണ്. ഈ കേസിൽ തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നും അത്തരം പീഡനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന കാര്യവും കൂടി ഡോക്ടർ MK റാം പറയുന്നുണ്ട്. മാത്രമല്ല, കേസിൽ CCTV ദൃശ്യങ്ങൾ, കോളേജിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. അത് പരിശോധിച്ചാൽ തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കും. മാത്രമല്ല, ഈ കേസിൽ അനാവശ്യമായ മാധ്യമ പ്രചാരണമാണ് നടക്കുന്നത്, മാധ്യമ വിചാരണയാണ് നടക്കുന്നത്. സെഷൻസ് കോടതി പോലും വസ്തുതകൾ പരിശോധിച്ചില്ല, പകരം മാധ്യമ വാർത്തകളെയാണ് ആശ്രയിച്ചതെന്ന കുറ്റപ്പെടുത്തൽ കൂടി ഇതിൽ ഉണ്ട്. ഇത്തരം വാദങ്ങളാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡോക്ടർ MK റാം ഉന്നയിക്കുന്നത്. ഇത് ഇനി അടുത്ത മെയ് 5 ഒരുപക്ഷെ ഇത് അടുത്ത ദിവസമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരിക. എന്തായാലും ഡോക്ടർ MK റാമിനെ സംബന്ധിച്ച് MK റാം നിരപരാധിയാണ്, ഇത്തരം യാതൊരു വിവാദങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നടക്കമുള്ള വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് ഡോക്ടർ MK റാം മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.